തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പാക്കുന്ന മികച്ച ആശയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് മനോരമ ന്യൂസ് നാട്ടുസൂത്രം. നാട്ടുസൂത്രം സപ്പോർട്ടഡ് ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. കാടിന്റെ വിസ്തൃതി കൂട്ടിയാൽ ശ്വാസം കൂടുതൽ കിട്ടുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പാലക്കാട്ടെ പച്ചത്തുരുത്ത് പദ്ധതി. വനംവകുപ്പിന്റെ സഹകരണത്തോടെ പട്ടഞ്ചേരി പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതിയിൽ 15,000-ലേറെ തൈകളാണ് ഇതുവരെ നട്ടത്. വരും തലമുറയെ കരുതിയുള്ള പച്ചത്തുരുത്ത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും തൊഴിലുറപ്പ് തൊഴിലാളികളും ഏറ്റെടുത്തതോടെ വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. മരമൊരു വരം പരിപാലിച്ചു മാതൃകയാവണം മാലോകരെല്ലാം. ഒരു മരം മുറിച്ചാൽ കണക്ക് നോക്കാതെ കഴിയുന്നത്ര തൈകൾ മണ്ണിലാഴ്ത്തി മുള വരുത്തണം. വേരുകൾ പടരും വരെ നന്നായി നനയ്ക്കണം. പരിചരണം ഉറപ്പാക്കണം. പ്രകൃതി സംരക്ഷണത്തിന്റെ ഈ മാതൃകാ നിർദ്ദേശം അതിന്റെ ഇരട്ടി വ്യാപ്തിയിൽ പാലിക്കുകയാണ് പട്ടഞ്ചേരി പഞ്ചായത്ത്. പച്ചത്തുരുത്തിൽ പകിട്ടണിഞ്ഞ് തഴച്ചു വളരുകയാണ് നിറയെ തൈമരങ്ങൾ. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ മുന്നിൽ കണ്ടുള്ള മാതൃകാ പ്രവർത്തനം. പരിചരണ നേതൃത്വം പുതുതലമുറ ഏറ്റെടുത്തതോടെ നെല്ലിയും മന്ദാരവും നീർമാതളവും തുടങ്ങി തണൽ മരങ്ങൾ സ്കൂൾ വളപ്പിലും പാതയോരങ്ങളിലും ഉൾപ്പെടെ തഴച്ചു വളരും. പ്രകൃതിക്ക് തണലൊരുക്കും. 1 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് ഈ പച്ചത്തുരുത്ത് എന്നുള്ള പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത്. അതോടൊപ്പം തന്നെ ഏകദേശം 2.5 ഏക്കറോളം സ്ഥലമാണ് ഇതിന് ചുറ്റുപാടുള്ളത്. ഇവിടെ ഉയർന്ന പ്രദേശവും പാറക്കെട്ടുമാണ്. ആ പാറക്കെട്ട് പ്രദേശത്ത് ഈർപ്പം നിലനിൽക്കില്ല എന്ന് കണക്കാക്കി അവിടെ മണ്ണിളക്കി അവിടെ ചെടി വെച്ച് അതിൻ്റെ ഈർപ്പം നിലനിൽക്കുന്നതിന് വേണ്ടി ചകിരിച്ചോറ് വെച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ പച്ചത്തുരുത്ത് ഈ നിലയ്ക്ക് വളർത്തിക്കൊണ്ടുവന്നത്. കൈക്കോട്ട് വീണാൽ ഇരട്ടിയിലേറെ വേഗതയിൽ തിരികെ തെറിക്കുന്ന പാറ തോൽക്കുന്ന ഉറപ്പുള്ള മണ്ണ്. അവിടെ മണ്ണ് നിറച്ച് തടമൊരുക്കി തൈകൾ നട്ട് പരിചരിക്കുന്നതിലൂടെ രണ്ടുണ്ട് നേട്ടം. മണ്ണൊലിപ്പ് തടയാം, സാധാരണക്കാരായ തൊഴിലുറപ്പുകാരുടെ ഉപജീവനത്തിനും കരുത്താവാം. വെച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വലിയ പാറക്കെട്ടുള്ള സ്ഥലമാണ്. ഈർപ്പമില്ലാത്തൊരു സ്ഥലത്ത് ഇവിടെ മണ്ണ് കൊണ്ടിട്ട് അതിൽ ചെടി വെച്ച് അതിൽ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും അത് സംരക്ഷിക്കാൻ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിലാളികളെ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ് പഞ്ചായത്ത്. അതുകൊണ്ടാണ് അത് ഇത്രയും നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞത്. ഉറ്റവർ അന്തിയുറങ്ങുന്ന മണ്ണിൽ പേരാലും നെല്ലിയും പേരയും അത്തിമരവും എല്ലാം സ്മൃതി ദിനങ്ങളിൽ എത്തുന്ന ബന്ധുക്കൾക്ക് തണലൊരുക്കും. ശ്മശാന ഭൂമിയിൽ മാത്രം 1000-ലേറെ തൈകളാണ് നട്ട് പരിപാലിച്ചിരിക്കുന്നത്. ശുദ്ധവായു, പ്രകൃതി സംരക്ഷണം, വനവിസ്തൃതി കൂട്ടാനുള്ള പ്രയത്നം, പുതുതലമുറയെ കൂടി കരുതിയുള്ള പ്രവർത്തനം, ഇതിനെല്ലാം ഏറ്റവും യോജ്യമായ രീതിയിലാണ് പച്ചത്തുരുത്തിന്റെ ഇടപെടൽ. വിശന്ന് തളർന്നെത്തുന്ന പക്ഷികൾക്ക് മാത്രമല്ല മനുഷ്യനും വന്നിരിക്കാം ഈ വൃക്ഷത്തണലിൽ വേണ്ടുവോളം. പച്ചത്തുരുത്ത് പകിട്ടോടെ നാൾക്കുനാൾ തലയെടുപ്പ് തേടുന്ന കാലമത്രയും. മനോരമ ന്യൂസ്, പാലക്കാട്.